മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. ശ്രേഷ്ഠ കാതോലിക്ക മോർ ബെസേലിയോസ് ജോസഫ് ബാവായുടെ സുന്ത്രോണീസോ ശുശ്രൂഷയും അനുമോദന സമ്മേളനവും. യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക മോർ ബെസേലിയോസ് ജോസഫ് ബാവയുടെ സുന്ത്രോണീസോ ശുശ്രൂഷയും അനുമോദന സമ്മേളനവും മാർച്ച് 30 പുത്തൻകുരിശ് സെന്റ് അത്തനേഷ്യസ് കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെട്ടു. മോർ ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയോടുകൂടി ശുശ്രൂഷകൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന അനുമോദന സമ്മേളനത്തിൽ വിവിധ സഭാപ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KCBCയുടെ പ്രസിഡന്റും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. സൗഹൃദവും ക്രൈസ്തവ ഐക്യവും നമുക്ക് പ്രധാനമാണെന്നും ജീവിതത്തിൽ സ്നേഹത്തിനും കാരുണ്യത്തിനും മുഖ്യ പ്രാധാന്യം നൽകണമെന്നും ക്ലീമീസ് ബാവ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. ജോസഫ് ബാവയുടെ ആത്മാർത്ഥ ശുശ്രൂഷയെക്കുറിച്ചും അദ്ദേഹം സഭയ്ക്ക് നൽകിയ ഭരണപാഠങ്ങളെയും കുറിച്ചും ക്ലീമീസ് കാതോലിക്ക ബാവ പങ്കുവച്ചു. പരിശുദ്ധ സഭയെ സംബന്ധിച്ച് ഭാരതത്തിന് യാക്കോബായ സുറിയാനി സഭയിലൂടെ സാക്ഷ്യം നൽകുന്നതിനും നേതൃത്വം നൽകുന്നതിനും സഭയുടെ വിശ്വാസവും പൈതൃകവും കാത്തുസൂക്ഷിച്ച് വരും തലമുറയെ ഏൽപ്പിക്കുന്നതിനും സഭകൾ തമ്മിൽ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ പുതിയ പടവുകൾ താണ്ടുന്നതിനും ഭാരതത്തിൻ്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നതിനും ദൈവത്താൽ നിയോഗിതനായ ഈ ശ്രേഷ്ഠ ബാവ തിരുമനസ്സിന് കേരളത്തിൻ്റെ കത്തോലിക്ക സഭയുടെ KCBCയുടെ പ്രസിഡന്റ് എന്ന നിലയിലും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ നാമത്തിലും എല്ലാ അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു. തീയിൽ കുരുത്ത ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ അഗ്നിമയനായ നാഥനായി അങ്ങ് നീണാൾ വാഴട്ടെ. സ്വർഗം അങ്ങയെ എന്നും പരിപാലിക്കട്ടെ. അങ്ങയോട് ചേർന്ന് നിൽക്കുന്നത് അഭിമാനമായി പരസ്യമായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ സഭയുടെ ശുശ്രൂഷകളിൽ എന്നും കൂടെയുണ്ടാകും. പ്രാർത്ഥനയിലും സ്നേഹത്തിലും നാമുമായി ഇപ്പോൾ അടുപ്പമില്ല എന്ന് നാം കരുതുന്നവരോടും യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു എന്നത് തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ. കൂദാശ ചെയ്തു. പത്തനംതിട്ട ഭദ്രാസനത്തിലെ റാന്നി പെരുന്നാട് സെന്റ് മേരീസ് കുരിശുമല ദേവാലയത്തിലെ നവീകരിച്ച കുരിശടിയുടെയും കുരിശിന്റെ വഴിയുടെയും കൂദാശ മാർച്ച് 29 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും പത്തനംതിട്ട ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ സാമുവൽ മാർ ഐറീനോസ് മെത്രാപ്പൊലീത്തായുടെയും അഭിവന്യ യൂഹാനൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്തായുടെയും സഹകാർമ്മികത്വത്തിലും നടത്തപ്പെട്ടു. 105 ദിവസങ്ങൾ കൊണ്ടാണ് കുരിശടി, കുരിശിന്റെ വഴികളിലെ പുതിയ സ്റ്റേഷൻസ് എന്നിവയുടെ പണികൾ പൂർത്തിയാക്കിയത്. കർമ്മ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മലങ്കര കാത്തലിക് അസോസിയേഷൻ മൂവാറ്റുപുഴ ഭദ്രാസന സമിതിയുടെ 2025 വർഷത്തെ കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം മാർച്ച് 30 മൂവാറ്റുപുഴ ബിഷപ്സ് ഹൗസിൽ വെച്ച് നടത്തപ്പെട്ടു. MCA ഭദ്രാസന പ്രസിഡന്റ് ശ്രീ NT ജേക്കബ് അധ്യക്ഷത വഹിച്ച സമ്മേളനം മൂവാറ്റുപുഴ ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ യൂഹാനൻ മാർ തേഡോഷ്യസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. അഭിവന്യ എബ്രഹാം മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. തുടർന്ന് ചടങ്ങിലെ മുഖ്യാതിഥിയായ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA കർമ്മ പദ്ധതി പ്രകാശനം ചെയ്തു. MCA സഭാതല പ്രസിഡന്റ് ശ്രീ ബൈജു SR മുഖ്യപ്രഭാഷണം നടത്തി. മൂവാറ്റുപുഴ ഭദ്രാസന വികാരി ജനറൽ മോൺസിഞ്ഞോർ തോമസ് ഞാറക്കാട്ട് കോറെപ്പിസ്കോപ്പ സന്ദേശം നൽകി. ക്രമീകരണങ്ങൾക്ക് MCA ഭദ്രാസന സമിതി നേതൃത്വം നൽകി. ലഹരി വിരുദ്ധ തെരുവ് നാടകം നടത്തപ്പെട്ടു. MCYM പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ലഹരി വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി മാർച്ച് 29 പത്തനംതിട്ടയിലെ വിവിധ പ്രദേശങ്ങളിൽ ലഹരി വിരുദ്ധ തെരുവ് നാടകം നടത്തപ്പെട്ടു. വടശ്ശേരിക്കരയിൽ നിന്നും ആരംഭിച്ച തെരുവ് നാടകം MCYM പത്തനംതിട്ട ഭദ്രാസന ഡയറക്ടർ ഫാദർ ജോബ് പതാലിൽ ഉദ്ഘാടനം ചെയ്തു.
തുടർന്ന് മൈലപ്ര ടൗൺ, പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡ്, പത്തനംതിട്ട ടൗൺ സ്ക്വയർ എന്നിവിടങ്ങളിൽ ലഹരിവിരുദ്ധ തെരുവ് നാടകം അവതരിപ്പിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരുവ് നാടകം സംഘടിപ്പിക്കപ്പെട്ടത്. തെരുവ് നാടകത്തിന് വയ്യാറ്റുപുഴ യൂണിറ്റിലെ യുവജനങ്ങൾ നേതൃത്വം നൽകി. ക്രമീകരണങ്ങൾക്ക് MCYM പത്തനംതിട്ട ഭദ്രാസന സമിതി നേതൃത്വം നൽകി. നോമ്പുകാല നവീകരണ കൺവെൻഷൻ സമാപിച്ചു. പൂനെ കട്കി സെന്റ് എഫ്രൈം ഭദ്രാസനത്തിലെ പൂനെ വൈദിക ജില്ലയുടെ ആഭിമുഖ്യത്തിൽ നോമ്പുകാല നവീകരണ കൺവെൻഷൻ മാർച്ച് 28 മുതൽ 30 വരെ പൂനെ സെന്റ് ജോസഫ് കോൺവെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. പത്തനംതിട്ട ഭദ്രാസനാധ്യക്ഷൻ അഭിമന്യ സാമുവൽ മാർ ഐറീനോസ് മെത്രാപ്പൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ബിജു പോൾ കൂനൻ VC വചനപ്രഘോഷണത്തിന് നേതൃത്വം നൽകി. സമാപന ദിനം പൂനെ കട്കി ഭദ്രാസനാധ്യക്ഷൻ അഭിമന്യ മാത്യൂസ് മാർ പക്കോമിയൂസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സമൂഹബലി അർപ്പിച്ചു. ഭദ്രാസനത്തിലെ വിവിധ ഇടവകകളിൽ നിന്നും അനേകം വിശ്വാസികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.